തുണി നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് എടുക്കാം. ഒരു മൂലയ്ക്ക് നിന്നാണ് നമ്മൾ സ്കെയിലിൻ്റെ ലെങ്ത് എടുക്കുന്നത്. വീതി സ്കെയിലിന് അത്രയും തന്നെ വീതി മതി നമുക്ക് പയാസ് പീസ് ചെയ്യുമ്പോൾ. അപ്പം സ്കെയിലിൻ്റെ അതിപ്പം കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാനും പറ്റില്ല. അളവെടുത്ത് വരയ്ക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും അത്. ഇപ്പോൾ ഒരു മൂലയ്ക്ക് നിന്ന് ചരിച്ച് താഴോട്ട് വരയ്ക്കുക. അങ്ങനെ ഫുള്ള് വരച്ചതിന് ശേഷം നമ്മൾ അത് തയ്ച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഒന്നുകൂടി എളുപ്പം കിട്ടുന്നത്. അപ്പോൾ ഇത് വരച്ചിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. തുണിയിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ സൈഡ് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കാരണം അത് ഒരു കറക്റ്റ് സ്കെയിലിന്റെ ലെങ്തിൽ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വരച്ച പോർഷൻ ഒരു സ്കെയിലിന്റെ ലെങ്ത് വിട്ട്, അതായത് ഒരു വീതി വിട്ടതിന് ശേഷമാണ് രണ്ടാമത്തെ ആ ഒരു പോയിന്റ് തൊട്ടാണ് തുണി യോജിപ്പിച്ച് വെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം കണ്ടോ. നമ്മൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അത് തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ പറയുമ്പോൾ മനസ്സിലാവത്തില്ല, ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ആ രണ്ട് സൈഡിലൊന്നേരം ഗ്യാപ്പ് വീഴും. ആ ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം നമ്മൾ നേരെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരെ തയ്ച്ചു കൊടുത്തതിന് ശേഷം ഓരോ ലൈനും നമ്മൾ മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുണ്ടോ, നമ്മൾ ഓരോ ലൈനായിട്ട് മുറിച്ച് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്.